തീർച്ചയായും. പക്ഷേ പല നോമിനേഷനുകളും ലഭിക്കേണ്ട സമയത്തിന് കഴിഞ്ഞതിന് ശേഷമാണ് ലഭിച്ചത് എന്നുള്ള റിപ്പോർട്ടുകൾ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അടുത്ത വർഷത്തേക്ക് ഈ ഒരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു നിലവിലെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ അംഗീകരിക്കപ്പെടില്ല എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും സമാധാന നൊബേലായിരുന്നാൽ നൊബേലിന്റെ മുഴുവൻ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും അത് ഒരു യൂറോസെൻട്രിക് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി കടന്നാൽ അത് പാശ്ചാത്യ അനുകൂലമാണ് എന്നുള്ള വാദങ്ങൾ പലപ്പോഴും ഉയർന്നു വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ഡൊണാൾഡ് ട്രംപിന് ഒരു സമാധാന നൊബേൽ കിട്ടിയാൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല അടുത്ത വർഷം ആയിരുന്നാലും. എന്തായാലും ഇപ്പോൾ മരിയ കൊറിയ മച്ചാഡോ എന്ന് പറയുന്ന വെനസ്വേലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ കമ്മിറ്റിയുടെ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ഒരു അവിടെ തന്നെയുള്ള പാശ്ചാത്യ ലോകത്തുള്ള വലതുപക്ഷ ആശയത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയും. മച്ചാഡോയെ ലാറ്റിൻ അമേരിക്കയിലെ സമീപകാലത്ത് ഏറ്റവും അസാധാരണമുള്ള ധൈര്യമുള്ള വനിത എന്നാണ് സമാധാന നൊബേൽ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ പറയുന്നത്. അതേപോലെ തന്നെ സമാധാനത്തിലേക്ക് ഈ രാഷ്ട്രത്തെ ഒന്നാകെ വെനസ്വേലയെ ഒന്നാകെ ഏകീകരിക്കാനുള്ള ഒരു കീ യൂണിഫൈങ് ഫിഗറാക്കി അവർ പ്രവർത്തിച്ചു എന്ന് പറയുന്നു. വെനസ്വേലയിൽ ജനാധിപത്യം, സ്വതന്ത്ര തെരഞ്ഞെടുപ്പ്, മനുഷ്യാവകാശങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി പോരാടി എന്നാണ് പറയുന്നത്. പക്ഷേ ഈ വാക്കുകളെല്ലാം സ്വാഭാവികമായും വരും ഭാവിയിൽ അത് വിവാദമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വെനസ്വേലയിലെ ജനാധിപത്യം എന്ന് പറയുന്നത് അമേരിക്കക്ക് അനുകൂലമായി പ്രവർത്തിക്കുക എന്നുള്ളതാണോ എന്ന് സ്വാഭാവികമായ ചോദ്യങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് പാശ്ചാത്യ ലോകം അവർക്ക് അനുകൂലമായിട്ടുള്ള ആളുകൾ പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നു. അത് ഏകാധിപത്യത്തിന്റെ കീഴിലായിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷെ അതിനെല്ലാം ജനാധിപത്യം എന്ന് വാഴ്ത്തുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലെ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കുറച്ച് കാലങ്ങൾ എടുത്തു നോക്കിയാൽ ഈ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ ജനാധിപത്യവും സമാധാനവും ഒക്കെ കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം അല്ലെങ്കിൽ അത് ദാഹിച്ച ഒരു ഇടം ഈ വെനസ്വേല ആയിരുന്നു എന്നൊക്കെയുള്ള സ്വാഭാവികമായ സംശയങ്ങളുണ്ട്. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സുഡാനിലെ യുദ്ധരംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ ഇതിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. അവർക്ക് ഇത് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ യുക്രൈൻ യുദ്ധമായിരുന്നാലും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളായിരുന്നാലും അതെല്ലാം ഈ കാലഘട്ടത്തിന്റെ തേട്ടങ്ങളായിരുന്നു. അതിലൊക്കെ അപ്പുറമായി മറ്റു ചില കാര്യങ്ങളാണ് ഈ ഒരു പ്രഖ്യാപനത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ്. ഇനി ഏറ്റവും പുറത്തു വരുന്ന ഏറ്റവും പുതിയ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം നൊബേൽ കമ്മിറ്റിയുടെ ചെയർമാനോട് ഈ കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി. എന്തുകൊണ്ട് ഇത് ട്രംപിനെ കൊടുത്തുകൂടാ എന്ന ചോദ്യങ്ങൾ ഉണ്ടായി. പ്രത്യേകിച്ചും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതേപോലെ തന്നെ അന്താരാഷ്ട്ര സമൂഹം ചില ആളുകൾ, പ്രത്യേകിച്ചും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ട്രംപിന് നൽകണമെന്ന് ശക്തമായി ലോബിങ് ചെയ്തിരുന്നല്ലോ, അത് ഇതിനെ ബാധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നോ എന്ന ചോദ്യം ഉയർന്നു വന്നു. അപ്പോൾ അവിടെ നിന്നും വന്ന ഒരു മറുപടി എന്ന് പറയുന്നത് സമാധാന നൊബേൽ എന്ന് പറയുന്നത് അതിന് നീണ്ട ഒരു ചരിത്രമുണ്ട്, അതിനൊരു പാരമ്പര്യമുണ്ട്. അത്തരം പ്രചാരണങ്ങളെയോ അല്ലെങ്കിൽ മാധ്യമ സമ്മർദ്ദങ്ങളെയോ വകവെക്കാറില്ല എന്നുള്ളതാണ് അവിടെ മറുപടി നൽകിയത്. എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകൾ സമാധാനത്തിന് കാരണമായി എന്താണ് എന്ന് പറയുന്ന പലതരത്തിലുള്ള നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ കത്തുകളും ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നത് ആൽഫ്രഡ് നോബലിന്റെ പ്രവർത്തനങ്ങളെയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും ഇച്ഛാശക്തിയെയും മാത്രം അടിസ്ഥാനമാക്കിയാണ് എന്ന് മറുപടി പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ഡൊണാൾഡ് ട്രംപ് വെറുതെ ഒരു ആശയമായി വന്നു എന്ന് മാത്രമല്ല, ഈ സമ്മാനം പ്രഖ്യാപിക്കപ്പെടുന്ന വേദിയിൽ അത്തരം ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരിൽ നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. ഇനി വെനസ്വേലയിലെ നിക്കോളസ് മദുറോയുടെ ഭരണകൂടത്തിനെതിരെയും ജനാധിപത്യ പുനഃസ്ഥാപിക്കാൻ വേണ്ടി മച്ചാഡോ നയിച്ച പോരാട്ടത്തെക്കുറിച്ച് ആണ് സ്വാഭാവികമായും ഇപ്പോൾ നൊബേൽ കമ്മിറ്റി പറയുന്നത്. 2024 തെരഞ്ഞെടുപ്പിന്റെ പ്രതിസന്ധി നമുക്കറിയാം. നിക്കോളസ് മദുറോയെ അവിടെ നിന്ന് അട്ടിമറി നടത്തണമെന്നും അവിടെ മറ്റു സർക്കാരുകൾ സ്ഥാപിക്കണമെന്നുമാണ് ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ള എല്ലാ ശക്തികളും ലാറ്റിൻ അമേരിക്കയിലെയും അതേപോലെ തന്നെ US-ലെയും എല്ലാം ശക്തികൾ ശ്രമിച്ചിട്ടുള്ളത്. 2024 ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പ് എന്തായാലും സമാധാനത്തിനുള്ള നൊബേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തായാലും ട്രംപിനല്ല.